ഈ വീഡിയോയിൽ നമ്മൾ റേഷ്യോ അനാലിസിസിൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ. കുറേ റേഷ്യോസ് തന്നേക്കും. ആ റേഷ്യോസിൻ്റെ സഹായത്തോടുകൂടി നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വി നീഡ് ടു record all the assets, that is both fixed assets and current assets, and we need to record the equity and liability part. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം. ആ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സോ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ഫ്രം ദി ഗിവൺ ഡേറ്റ. ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ ഇസ് കറണ്ട് റേഷ്യോ, ദാറ്റ് ഇസ് 1.4. 1.4 എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് റേഷ്യോ മീൻസ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. 1.4 എന്ന് പറഞ്ഞാൽ 1.4:1 എന്നാണ് മീൻ ചെയ്യുന്നത്. ദെൻ ലിക്വിഡ് റേഷ്യോ ഇസ് ഗിവൻ, ദാറ്റ് ഇസ് 1. What does it mean? It is 1:1. Then stock turnover ratio is given. As we all know that stock turnover ratio is a relationship between cost of goods sold and average stock. It is 8. 8 means 8 times. Next is gross profit ratio, that is 20%. 20% on sales. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 20% on sales എന്നാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഡെറ്റ് കളക്ഷൻ പീരീഡ്. ഇറ്റ് ഇസ് 1.5 months. ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ മന്ത്സ്. നെക്സ്റ്റ് ഇൻഫർമേഷൻ ഗിവൻ ഇസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ. അതായത് എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്? റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഐറ്റവും ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് 0.6. അതിൻ്റെ മീനിങ് 0.6:1. 0.6 will be reserves and surplus and 1 will be capital. Next, capital gearing ratio 0.5. ഇത് സാധാരണ നമ്മൾ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. Then fixed asset to net worth is 1.25. That is a relationship between fixed asset and net worth. ഇതിന് വേണമെങ്കിൽ 1.25:1 എന്ന് പറയാം. നെക്സ്റ്റ് സെയിൽസ് ഫോർ ദി ഇയർ ₹10 lakh. ഇതാണ് ആകെപ്പാടെ തന്നിരിക്കുന്ന ഒരു എമൗണ്ട് ഫിഗർ. സെയിൽസ് ഫോർ ദി ഇയർ ഇസ് 10 lakh. നെക്സ്റ്റ് ടേൺ ഓവർ ടു ഫിക്സ്ഡ് അസറ്റ്. അതായത് ടേൺ ഓവറും ഫിക്സ്ഡ് അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇവിടെ ടേൺ ഓവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസും ഫിക്സ്ഡ് അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് 1.6. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ആദ്യം അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം കണ്ടെത്തണം. എന്നിട്ടേ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഹൗ ടു പ്രിപ്പയർ ദി ബാലൻസ് ഷീറ്റ്. ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഡു സം വർക്കിംഗ്. ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, so first of all, first information given here is നമുക്ക് കുറേ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ്. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാൻ നേരത്തേക്കും ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ ക്വസ്റ്റ്യനിൽ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞ് 20% ആണ് തന്നിരുന്നത്. ഇത് വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ ഇസ് 20% ഓഫ് സെയിൽസ്. സെയിൽസിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? സെയിൽസിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ്. അതായത് സെയിൽസ് വിൽ ബി 100. സെയിൽസിന് 20%. സെയിൽസ് അപ്പോൾ എന്തായിരിക്കും? 100 ആയിരിക്കും. സെയിൽസ് 100%, പ്രോഫിറ്റ് 20%. അപ്പോൾ ഇതിൽ നമുക്ക് വേറൊരു മിസ്സിംഗ് ഇൻഫർമേഷൻ കണ്ടുപിടിക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ അതിൽ സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് നമുക്കറിയാം, ഇറ്റ് ഇസ് 20 ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഇസ് 100. കാരണം 20% ഓഫ് സെയിൽസ് എന്നല്ലേ. സോ കോസ്റ്റ് വിൽ ബി 100 മൈനസ് 20, ദാറ്റ് വിൽ ബി 80. അപ്പോൾ കോസ്റ്റ് നമുക്കറിയാം, കോസ്റ്റ് ഇസ് 80. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാം? സെയിൽസ് 10 lakh എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് എത്ര ആയിരിക്കും? സെയിൽസ് 10 lakh എന്ന് തന്നിരുന്നാൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കോസ്റ്റ് എന്ന് പറയുന്നത് 80%. അതായത് 10 lakhൻ്റെ 80% ആണ്. 10 lakhൻ്റെ 80% ആണ് കോസ്റ്റ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 8 lakh. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. പക്ഷേ ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഐറ്റം ഒന്നുമല്ല. ഇത് വെച്ചിട്ട് ഏതെങ്കിലും അസറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നീട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഗിവൻ ആസ് 8. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 8 എന്നാണ് തന്നിരുന്നത്. സോ 8 ഈക്വൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്
we have just calculated, that is 8 lakh. അതിനെ ഇവിടെ കൊണ്ടുവരിക, 8 lakh divided by average stock. എവിടെ നിന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെ ഇല്ലായിരുന്നു. സോ പുട്ട് ഇറ്റ് ആസ് ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടുന്ന് ഇതിനെ സോൾവ് ചെയ്യാൻ നേരം നമുക്ക് എന്തിൻ്റെ ആൻസർ കിട്ടും? ആവറേജ് സ്റ്റോക്ക്. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ. ആവറേജ് സ്റ്റോക്ക് ഇൻറ്റു 8 ഈക്വൽസ് 8 lakh എന്ന് കിട്ടും. അതിനെ പിന്നീട് എന്ത് ചെയ്താൽ മതി? Therefore ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 8 lakh divided by 8, that is equal to 1 lakh. ആവറേജ് സ്റ്റോക്ക് നമുക്ക് കിട്ടി. ആവറേജ് സ്റ്റോക്ക് കിട്ടിയാൽ ആവറേജ് സ്റ്റോക്ക് എങ്ങനെയായിരുന്നു പണ്ട് കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അതാണ് ആവറേജ് സ്റ്റോക്ക്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. സോ വാട്ട് വി ക്യാൻ അസ്യൂം ഇസ് ദാറ്റ് ദിസ് ആവറേജ് സ്റ്റോക്ക് ഇസ് ദി ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഒരു ഇൻഫർമേഷനും കൂടെ കിട്ടി, ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. അപ്പോൾ ആദ്യമായി നമ്മളൊരു അസറ്റിനെ കണ്ടെത്തി, ക്ലോസിംഗ് സ്റ്റോക്ക്, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 lakh. ഇനി അടുത്തത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡെറ്റ് കളക്ഷൻ പീരീഡ് 1.5 months എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഡെറ്റ് കളക്ഷൻ പീരീഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഡെറ്റ് കളക്ഷൻ പീരീഡ് ഈക്വൽസ് ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു, ഇവിടെ 1.5 months ആൻഡ് ഇൻറ്റു 12 months. അപ്പോൾ അതിനെങ്ങനെ സോൾവ് ചെയ്യും? ഡെറ്റ് കളക്ഷൻ പീരീഡ് ഇസ് ഗിവൻ ആസ് 1.25 ഈക്വൽസ് ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ നമുക്കറിയില്ല, സോ അതേപോലെ തന്നെ എഴുതുക, ഡിവൈഡഡ് ബൈ സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നില്ല, പക്ഷേ സ്കെയർ സെയിൽസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. സോ വി ക്യാൻ അസ്യൂം ദ ഗിവൻ സെയിൽ ആസ് ക്രെഡിറ്റ് സെയിൽ. സോ ഡിവൈഡഡ് ബൈ 10 lakh. പിന്നീട് 12 months കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. Therefore ഇൻറ്റു 12 ഇവിടെ ഉണ്ട്. Therefore ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഈക്വൽസ് എന്ത് ചെയ്താൽ മതി? 10 lakh ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 12. കാരണം എന്താ, ഇവിടെ 12 ഉണ്ട്. ഹിയർ ഇവിടെ ഞാൻ എഴുതാൻ മറന്നുപോയതാണ്. ഇവിടെ നിങ്ങൾ 12 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഹിയർ ഇൻറ്റു 12 കൂടെ ഉണ്ടായിരുന്നു. അതിനെ സോൾവ് ചെയ്യുമ്പം ആവറേജ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത് 1,25,000 rupees. അപ്പോൾ ഈ 1,25,000 എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് അക്കൗണ്ട് റിസീവബിൾ എങ്ങനെയായിരുന്നു കിട്ടുന്നത്? ഓപ്പണിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ ഓർ ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഓപ്പണിങ്ങിനെ കുറിച്ചിട്ട് ഇൻഫർമേഷനും ഇല്ലാത്തതുകൊണ്ട് വി ക്യാൻ അസ്യൂം ദാറ്റ് ദിസ് ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഈസ് അവർ ക്ലോസിംഗ് ഡെറ്റേഴ്സ്. അല്ലെങ്കിൽ അതിനെ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിളിനെ എന്തെന്നും പറയാം? ഡെറ്റേഴ്സ് എന്നും പറയാം. സോ വി ഗോട്ട് ദി ഡെറ്റേഴ്സ് ഫിഗർ ആസ് 1,25,000. അപ്പോൾ ഒരു അസറ്റും കൂടെ കിട്ടി. ഇനി അടുത്തെന്ന് പറയുന്നത് ടേൺ ഓവർ ടു ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഗിവൻ ആസ് turnover to fixed asset ratio is given as 1.6 equals turnover to fixed asset in the formula ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സ്ഡ് അസറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സ്ഡ് അസറ്റ്. കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചായിരുന്നു. ആദ്യം അതായിരുന്നു ചെയ്തത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വെച്ച്. സോ 8 lakh ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ് ഇസ് അൺനോൺ. ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്തെടുത്താൽ പോരെ. സോൾവ് ചെയ്യുമ്പോൾ 8 lakh ഡിവൈഡഡ് ബൈ 1.6 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 lakh. അപ്പം ഇനിയും നമുക്കൊരു ഐറ്റം കൂടെ കിട്ടി ബാലൻസ് ഷീറ്റിൽ എഴുതാനുള്ള. ദാറ്റ് ഈസ് ഫിക്സ്ഡ് അസറ്റ്. ഇറ്റ് ഈസ് 5 lakh rupees. ഇനി അടുത്ത ഇനി ഏത് ഇൻഫർമേഷനാണ് നോക്കാം. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് തന്നിരുന്നതെന്ന് വെച്ചാൽ പിന്നീട് ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ് വർത്ത് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. 1.25 എന്നാണ് അത് തന്നിരുന്നത്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ് വർത്തിൻ്റെ ഫോർമുല എന്താണ്? ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 1.25 ഈക്വൽസ് 5 lakh. ഫിക്സ്ഡ് അസറ്റ് ഇപ്പം ജസ്റ്റ് നൗ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 5 lakh ഡിവൈഡ് ബൈ നെറ്റ് വർത്ത് എന്താണെന്ന് അറിയില്ല. ആ ഫിഗർ മിസ്സിംഗ് ആണ്. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടെ ചേരുന്നതാണ് നെറ്റ് വർത്ത്. ആ ഫിഗർ ഇപ്പോൾ അൺനോൺ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നെറ്റ് വർത്തിനെ കണ്ടുപിടിച്ചൂടെ? നെറ്റ് വർത്ത് ഇസ് ഈക്വൽ ടു 5 lakh ഡിവൈഡ് ബൈ 1.25 ദാറ്റ്സ് ഈക്വൽ ടു 4 lakh. അപ്പോൾ നെറ്റ് വർത്ത് എന്താണെന്നറിയാം. അപ്പോൾ നെറ്റ് വർത്ത് കിട്ടി. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നത്? ക്യാപിറ്റലും റിസർവും കൂടെ കൂട്ടുമ്പോഴാണ് നെറ്റ് വർത്ത് കിട്ടുന്നത്. അതാണ് 4 lakh എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. റിസർവ്സ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ റേഷ്യോ ഇസ് 0.6. അത് റിസർവ് ആൻഡ് സർപ്ലസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 0.6 ആണ്. അതിൻ്റെ മീനിങ് എന്താ? 0.6:1. 0.6 എന്ന് പറയുന്നത് റിസർവ് ആൻഡ് സർപ്ലസും 1 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ക്യാപിറ്റലും ആയിരിക്കും. ഓക്കെ, അതാണ്. ദാറ്റ് മീൻസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇസ് 0.6 ആൻഡ് ക്യാപിറ്റൽ ഇസ് 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്ത് രണ്ടും കൂടെ കൂട്ടുന്നതാണ്? ക്യാപിറ്റലും റിസർവും കൂടെ. അപ്പോൾ സോ റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ക്യാപിറ്റൽ ഈക്വൽസ് നെറ്റ് വർത്ത്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ്? 0. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6
plus capital 1. So net worth will be 1.6. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ് വർത്തിൻ്റെ വാല്യൂ നമുക്കറിയാം. നെറ്റ് വർത്തിൻ്റെ വാല്യൂ എത്രയാണ്? നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 4 lakh. അതായത് 1.6 എന്ന് പറയുന്നത് 4 lakh ആണ്. 1.6 is 4 lakh rupees. Then how much will be capital? Capital എത്രയായിരുന്നു? 1 അല്ലായിരുന്നു. അപ്പോൾ 1 എത്രയാണെന്ന് നോക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കിട്ടുമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും. സോ ക്യാപിറ്റൽ ഇസ് 4 lakh into 1 divided by 1.6. 4 lakh divided by 1.6 into 1. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ കിട്ടി. ക്യാപിറ്റൽ came to 2,50,000 rupees. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് കണ്ടുപിടിക്കാം? റിസർവ്സ് ആൻഡ് സർപ്ലസ് കണ്ടുപിടിച്ചൂടെ? ക്യാപിറ്റൽ കിട്ടിയില്ലയോ? നൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെറ്റ് വർത്ത് ആണ്. റിസർവ് ആൻഡ് സർപ്ലസ് എത്രയാണെന്ന് അറിഞ്ഞൂടാ, ബട്ട് വി നോ ക്യാപിറ്റൽ ഇറ്റ് ഇസ് 2,50,000. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 4 lakh. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിച്ചാലും മതി. ഇതിന് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്നത് നെറ്റ് വർത്ത് ആണ്. അത് 4 lakh ആണ്. ആ 4 lakhൽ 2,50,000 ക്യാപിറ്റലാണ്. ദെൻ ബാലൻസ് വിൽ ബി റിസർവ്സ് ആൻഡ് സർപ്ലസ്, ദാറ്റ് ഈസ് 1,50,000. അപ്പം അതും കഴിഞ്ഞു. നമുക്ക് ക്യാപിറ്റലിൻ്റെ ഫിഗർ കിട്ടി, റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഫിഗറും കിട്ടി. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വേറൊരു ഇൻഫർമേഷൻ തന്നിരുന്നതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് റിസർവ്സ് ആൻഡ് അതായത് ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് നമുക്കറിയില്ല, അത് സാധാരണ ഡെറ്റ്, ഡിബെഞ്ചേഴ്സും ലോണും ഒക്കെയാണ്. ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ഇപ്പം കിട്ടി. ഗിയറിംഗ് റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 0.5 ഈക്വൽസ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് നമുക്കറിയില്ല, അതായത് ലോങ് ടേം ലയബിലിറ്റീസ് ആണിത്, അത് നമുക്കറിയില്ല, അത് മിസ്സിംഗ് ആണ്. ബട്ട് വി നോ ദി ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫിഗർ. ക്യാപിറ്റൽ ആൻഡ് റിസർവ് നമുക്ക് അറിയാം, ദാറ്റ് ഈസ് 4 lakh. ഇപ്പോൾ അങ്ങോട്ട് കണ്ടുപിടിച്ചല്ലേ ഉള്ളൂ ക്യാപിറ്റലും റിസർവും കൂടെ ചേരുന്നത്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് fixed interest bearing securities. 0.5 into 4 lakh gives you fixed interest bearing securities. അതെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഒരു വേറൊരു പേരാണ് ലോങ് ടേം ലയബിലിറ്റീസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 lakh rupees. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടെ കിട്ടി ബാലൻസ് ഷീറ്റിലേക്കുള്ള ലയബിലിറ്റീസ് ആയിട്ടുള്ള ഒരു ഐറ്റം, ലോങ് ടേം ലയബിലിറ്റീസ്. ഇനി അടുത്ത ഇൻഫർമേഷൻ നമുക്ക് തന്നേക്കുന്നതെന്ന് വെച്ചാൽ കറണ്ട് റേഷ്യോ ആണ് അടുത്ത ഇൻഫർമേഷൻ തന്നിരുന്നത്. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 1.4 എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. 1.4:1 എന്നാണ്. അത് 1.4 റെപ്രസെൻറ്റ്സ് കറണ്ട് അസറ്റ് ആൻഡ് 1 റെപ്രസെൻറ്റ്സ് കറണ്ട് ലയബിലിറ്റി. ഇനി വേറൊരു കാര്യം കൂടെ അറിയാം. ഇവിടെ അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കറണ്ട് അസറ്റ് എത്രയാണെന്ന് അറിയില്ല, കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഒരു കാര്യം നമുക്കറിയാം, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഗിവ്സ് യു വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1.4, കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി 0.4. ഓക്കെ, ഇവിടെ നിൽക്കുവാണ്. ഇനി ഇതിൽ നിന്ന് നമുക്കൊന്നും കിട്ടില്ല, ഫിഗറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് വേറൊരു ഫോമുലയും കൂടെ ഉണ്ട്. ഇത് കൂടാതെ, അതായത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അല്ലാതൊരു ഫോമുലയും കൂടെ ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് ഫിക്സ്ഡ് അസറ്റ് മൈനസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് വർത്തിൻ്റെ വേറൊരു പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇങ്ങനൊരു ഫോമുലയുണ്ട്. ഈ ഫോമുല അപ്ലൈ ചെയ്യാമല്ലോ, കാരണം നമുക്ക് ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ അറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഇറ്റ് ഇസ് 5 lakh. പിന്നീട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതായത് ക്യാപിറ്റൽ ആൻഡ് റിസർവ്, അത് എത്ര? 4 lakh. സോ വി ഗോട്ട് വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh. വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh കിട്ടി. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഓക്കെ, അതായത് 1 lakh എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നാണ് പറഞ്ഞത്? 0.4 എന്നല്ലേ പറഞ്ഞത്? വർക്കിംഗ് ക്യാപിറ്റൽ 0.4. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഈ 1 lakh എന്ന് പറയുന്നത് 0.4 ആണ്. ഈ 1 lakh എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, ദാറ്റ് ഇസ് 0.4. 1 lakh എന്ന് പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ 0.4 ആണെന്നുണ്ടെങ്കിൽ 1.4 എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അസറ്റ് എത്ര ആയിരിക്കും? അപ്പോൾ എന്തായിട്ടും കറണ്ട് അസറ്റ് ഈക്വൽസ് 1 lakh into 1.4 divided by 0.4. So we got current asset as 3,50,000. അപ്പോൾ ഇന്നെന്ത് ചെയ്താൽ മതി? വർക്കിംഗ് ക്യാപിറ്റൽ അറിയാം, കറണ്ട് അസറ്റും അറിയാം. ദെൻ കറണ്ട് ലയബിലിറ്റി വിൽ ബി കറണ്ട് അസറ്റ് മൈനസ് വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ലയബിലിറ്റിയും കിട്ടും. കറണ്ട് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത്
3,50,000 എന്ന് പറഞ്ഞ കറണ്ട് അസറ്റിൽ നിന്നും 1 lakh വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കറണ്ട് ലയബിലിറ്റി കിട്ടി. ദാറ്റ് ഇസ് 2,50,000 rupees. കറണ്ട് ലയബിലിറ്റിയും കിട്ടി. ഇനി ഇപ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി കിട്ടി, പിന്നീട് ലോങ് ടേം ലയബിലിറ്റി കിട്ടി, ദെൻ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇനി കറണ്ട് അസറ്റിൻ്റെ പക്ഷേ കുറച്ച് ബ്രേക്കപ്പ് നമ്മുടെ കയ്യിലുണ്ട്. കറണ്ട് അസറ്റിൻ്റെ സ്റ്റോക്ക് നമുക്ക് സെപ്പറേറ്റ് അറിയാം, ഡെറ്റേഴ്സ് അറിയാം. അതായത് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3,50,000 ആയിരുന്നു നമ്മുടെ കറണ്ട് അസറ്റ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കറണ്ട് അസറ്റ് 3,50,000 ആയിരുന്നു ഇത്. ഓക്കെ, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 3,50,000. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡെറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്, കുറച്ച് ഇൻവെൻട്രി ഇരിപ്പുണ്ട്. ബാക്കി എന്തായിരിക്കും? വേറെ ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ ബാലൻസ് വിൽ ബി ക്യാഷ്. അപ്പോൾ നമുക്ക് ക്യാഷ് കണ്ടുപിടിക്കാം. കറണ്ട് അസറ്റ് നിന്ന് 3,50,000 നിന്നും സ്റ്റോക്ക് ആദ്യം കണ്ടുപിടിച്ച 1 lakh, ആദ്യം കണ്ടുപിടിച്ച ഡെറ്റേഴ്സ് മൈനസ് ചെയ്യും, ബാക്കി ബാലൻസ് ക്യാഷ് 1,25,000. ഇപ്പോൾ എല്ലാം ആയി. ഇനി നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് എങ്ങനെ ഇരിക്കും? ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഷെയർ ക്യാപിറ്റൽ അറിയാമല്ലോ. ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 2,50,000. റിസർവ് ആൻഡ് സർപ്ലസും കാൽക്കുലേറ്റ് ചെയ്ത് 1,50,000. ലോങ് ടേം ലയബിലിറ്റി അത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 2 lakh. കറണ്ട് ലയബിലിറ്റീസ് 2,50,000. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡ് ദാറ്റ് കെയിം ടു 8,50,000. ദെൻ അസറ്റ്സ് സൈഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഫിക്സ്ഡ് അസറ്റ് 5 lakh. ദെൻ കറണ്ട് അസറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സ്റ്റോക്ക് സെപ്പറേറ്റ് അറിയാം, ഡെറ്റേഴ്സ് സെപ്പറേറ്റ് അറിയാം, ക്യാഷ്. ടോട്ടൽ കറണ്ട് അസറ്റ് 3,50,000 ആയിരുന്നു. അങ്ങനെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. രണ്ട് സൈഡ് ടോട്ടൽ ഈക്വലായി 8,50,000, 8,50,000. അപ്പോൾ ഇത് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്, ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് 15 മാർക്സിന്. അതായത് കുറച്ച് ഇൻഫർമേഷൻ തന്ന് റേഷ്യോസ് തന്നിട്ട് നിങ്ങളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. ദാറ്റ്സ് ഓൾ. താങ്ക് യു.